ക്രിസ്തുമസ് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസപരമായി വളരെ പ്രാധാന്യമർഹിക്കുന്നതും അതോടൊപ്പം വലിയ ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഒക്കെ സുദിനമാണ്. മാനവകുലം മുഴുവൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി ദൈവപുത്രനായ യേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തതിൻ്റെ ഓർമ്മ കൊണ്ടാടുന്ന പുണ്യദിനമാണത്. എന്നാൽ ചുരുക്കം ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് അസഹിഷ്ണുതയുടെ കാലമാണ്. ഏതാനും ചില വർഷങ്ങളായി നമ്മുടെ കേരളത്തിലും ഇത്തരം ചില ആളുകൾ തങ്ങളുടെ ഉള്ളിലെ വെറുപ്പ് ബഹിർഗമിച്ചുകൊണ്ട് രംഗത്ത് വരാറുണ്ട്. പലപ്പോഴും മതപരമായ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട് മതവിദ്വേഷം പ്രകടിപ്പിക്കുന്ന ഇവർ തങ്ങളുടെ പ്രബോധനങ്ങളിലൂടെ ക്രൈസ്തവ വിശ്വാസത്തെയും ക്രൈസ്തവരെയും അവഹേളിക്കുക പതിവാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ക്രിസ്തുമസ് പിഴച്ചുപറ്റവൻ്റെ ആഘോഷമാണ് എന്ന് പറഞ്ഞ വസീം അൽ ഹിക്കിമിയും ക്രിസ്തുമസ് പുൽക്കൂടും ഉണ്ണീശോയും അടക്കമുള്ള തിരുസ്വരൂപങ്ങളും നശിപ്പിക്കുകയും പരിശുദ്ധ ബൈബിൾ കത്തിക്കുകയും ചെയ്ത കാസർഗോട്ടുകാരൻ മുസ്തഫയും അള്ളാഹുവിന് പുത്രൻ ഇല്ലാത്തതിനാൽ ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ മുസ്ലിങ്ങൾ പങ്കുചേരരുത് എന്ന് ഉദ്ബോധിപ്പിക്കാൻ കുട്ടികളെ അഭിനയിപ്പിച്ച് പ്രൊമോഷണൽ വീഡിയോ തയ്യാറാക്കി പ്രചരിപ്പിച്ചവരും ഇക്കൂട്ടത്തിൽ പെടുന്നവരാണ്. എന്നാൽ ഇത്തരം ഹീനമായ പ്രവൃത്തികൾ ഈ കേരളത്തിൽ കഴിഞ്ഞ നാളുകളിൽ അരങ്ങേറിയിട്ടും അതിനെതിരെ ഒരു വാക്ക് മിണ്ടാനോ ഇവിടെയുള്ള രാഷ്ട്രീയ സാംസ്കാരിക നായകന്മാർ തയ്യാറായില്ല. ഇതാണ് ഇന്നത്തെ കേരളത്തിൻ്റെ യഥാർത്ഥ മുഖം. എന്നാൽ ഇത്തരത്തിലുള്ള ഭീകരമായ തിന്മകൾ സമൂഹത്തിൽ നടമാടുമ്പോൾ ഇതിനെക്കുറിച്ച് പറയുവാൻ വാ തുറക്കുന്നവരെയും തൂലിക എടുക്കുന്നവരെയും പോസ്റ്റ് ഇടുന്നവരെയും വർഗീയവാദികളാക്കി ചിത്രീകരിക്കുന്നതാണ് ഈ കാലഘട്ടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കേരളത്തിലെ ചിലർ ഹൈജാക്ക് ചെയ്ത അവരുടെ ഭരണം ആരംഭിച്ചിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇത്. അങ്ങനെ ഇരിക്കെയാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ സെക്കുലറിസത്തിൻ്റെ അധിനിവേശത്തിൽ ക്രിസ്തുമസ് എന്ന ആഘോഷം പോലും സീസണൽ ഫെസ്റ്റിവൽ ആക്കിയതിൻ്റെ തനിയാവർത്തനം പോലെ കേരളത്തിൽ അജ്മൽ ബിസ്മി ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഒരു മുഴുവൻ പേജ് പരസ്യം കൊടുത്തിരിക്കുന്നത്. ക്രൈസ്തവർ വളരെ ആനന്ദത്തോടെ ആശംസിക്കുന്ന മെരി ക്രിസ്മസ് എന്ന ആശംസയിൽ നിന്ന് ക്രിസ്തുവിനെ അങ്ങ് പൂർണ്ണമായി ഒഴിവാക്കി മെരി ഗിഫ്റ്റ്മസ് എന്ന് മാറ്റി എഴുതിയാണ് വർഷാന്ത്യ വിൽപ്പനയുടെ പരസ്യ വാചകം ആരംഭിച്ചിരിക്കുന്നത്. ഇത് പറയുമ്പോൾ ക്രിസ്തു എന്ന ഒരു വാക്ക് മാറ്റി എഴുതിയാൽ എന്താണ് അപകടം, ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ അല്ലേ എന്ന സ്ഥിരം പല്ലവികളുമായി ഇതിനെയെല്ലാം ന്യായീകരിച്ച് ക്രൈസ്തവ നാമധാരികൾ തന്നെ രംഗത്ത് വന്നേക്കാം. അതെ, ക്രിസ്തു ഹൃദയത്തിൽ തന്നെയാണ്. എന്നാൽ ക്രിസ്തുവിനെ ഹൃദയത്തിൽ ദൈവമായി സ്വീകരിച്ചവർക്ക് ക്രിസ്തുവിൻ്റെ നാമത്തെ അവമതിക്കുന്നത് കാണുമ്പോൾ ഹൃദയം പിടയും. കേരളത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയും നബിദിനവും അടക്കം പല ജന്മദിനങ്ങളും ആഘോഷിക്കപ്പെടാറുണ്ട്. ഇതുവരെയും ആ ആഘോഷങ്ങളുടെ ആശംസകളൊന്നും ഈ രീതിയിൽ പേര് മാറ്റി ചെയ്തു കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്തുമസിന് അറിഞ്ഞോ അറിയാതെയോ ക്രൈസ്തവ അവഹേളന പരസ്യ വാചകവുമായി ഇറങ്ങിയിരിക്കുന്ന ബിസ്മി തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് തിരുത്താൻ തയ്യാറാകണം. അല്ലെങ്കിൽ ഈ അവഹേളനത്തിലൂടെ ഹൃദയത്തിൽ മുറിവേറ്റ ക്രൈസ്തവർ ഒരുപക്ഷെ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ പരിസരത്ത് പോലും വരാൻ മടിക്കും എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കുന്നത് നല്ലതാണ്.